നമസ്കാരം. ഈ നെഹ്റു കുടുംബത്തെ സത്യം പറഞ്ഞാൽ കോൺഗ്രസുകാർ വെറുത്തു കഴിഞ്ഞു. നമ്മൾ ഒരുപാട് ഉദാഹരണങ്ങൾ കാണുന്നുണ്ട്, ഒരുപാട് പ്രസ്താവനകൾ കാണുന്നുണ്ട്. ശശി തരൂരിന്റെ അടക്കമുള്ള പ്രസ്താവനകൾ നമുക്കറിയാം. ഈ മൂന്ന് പേരെ കൊണ്ട് ഇപ്പോൾ മരുമകനും കൂടിയിട്ടുണ്ട്, അതുപോലെ ചെറുമകനെ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇവരാണ് ഈ പാർട്ടിയെ നശിപ്പിക്കുന്നത്, നശിപ്പിച്ചത്, ഇല്ലാതെയാക്കിയത്. ഇവർക്ക് വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ രാജ്യത്തെ പോലും ഒറ്റുകൊടുത്ത് പല കാര്യങ്ങളും ഇവിടെ ചെയ്തു കൂട്ടിയത് ഇതിനു മുൻപ്. അതായത് ഒരു കുടുംബം അങ്ങ് നിൽക്കുകയാണ്, ഒരു പാർട്ടിയാണെന്ന് പറഞ്ഞ് അതിന് പുറകെ കൂടാനായിട്ട് കുറെ ആളുകൾ. അപ്പൊ പിന്നെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമാണെന്നാണ് തോന്നുന്നത്. അഹമ്മദ് പട്ടേലിനെ ഓർമ്മയില്ലേ? വളരെ വിഖ്യാതനായ, ഒരുപാട് അറിവുള്ള നല്ല ഒരു നേതാവായിരുന്നു അഹമ്മദ് പട്ടേൽ. അഹമ്മദ് പട്ടേൽ ആയിരുന്നു സോണിയാഗാന്ധിയുടെ ഉപദേശകൻ. ഈ അഹമ്മദ് പട്ടേലിനെയാണ് കെ മുരളീധരൻ അലുമിനിയം പട്ടേൽ എന്ന് വിളിച്ചത്. എന്നിട്ട് പിന്നീട് തിരിച്ചു കോൺഗ്രസിൽ എത്തിയപ്പോൾ അലുമിനിയം അത്ര വില കുറഞ്ഞ ലോഹമൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് അത് തിരുത്തുകയും ചെയ്തു. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും രാഷ്ട്രീയം അറിയില്ല. ഗാന്ധി കുടുംബം കോൺഗ്രസിന് ബാധ്യതയാണെന്നാണ് അഹമ്മദ് പട്ടേലിന്റെ മകൻ പറയുന്നത്. അച്ഛനെ പോലെ തന്നെ അത്യാവശ്യം കാര്യവിവരമുള്ള ഒരു വ്യക്തിയാണ് ഫൈസൽ പട്ടേൽ. അയാളെ കുറിച്ച് അധികം നമ്മൾ കേട്ടിട്ടില്ല, കാരണം അയാളെ പോലുള്ള ആളുകളെ വളരാൻ അനുവദിച്ചിട്ടില്ല ഈ അമ്മയും മക്കളും ചേർന്ന്. അപ്പൊ പിന്നെ സഹികെട്ടപ്പോൾ ഫൈസൽ പട്ടേലും ഇറങ്ങി ഒരു വെടി പൊട്ടിച്ചു എന്ന വാർത്തയാണ് ദേശീയ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാകുന്നത്. ഗാന്ധി കുടുംബത്തിനെതിരെയാണ് ഇപ്പോൾ രൂക്ഷ വിമർശനവുമായി അഹമ്മദ് പട്ടേലിന്റെ മകൻ ഫൈസൽ പട്ടേൽ രംഗത്ത് വന്നിരിക്കുന്നത്. ഗാന്ധി കുടുംബം കോൺഗ്രസിന് ബാധ്യതയാണ്. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും രാഷ്ട്രീയം അറിയില്ല, ഇന്ത്യ എന്താണെന്ന് അറിയില്ല. ബീഹാർ തോൽവിക്ക് പിന്നാലെ തുടർച്ചയായുള്ള പരാജയങ്ങളിൽ നേതൃത്വത്തെ കുറ്റപ്പെടുത്തി അഹമ്മദ് പട്ടേലിന്റെ മകൾ മുംതാസ് പട്ടേലും രംഗത്ത് വന്നിരുന്നു. ഇനിയൊരു ജയത്തിന് കോൺഗ്രസ് പ്രവർത്തകർ എത്ര കാലം കാത്തിരിക്കണം എന്നും കസേരമോഹികളായ നേതാക്കൾക്ക് അതിനെക്കുറിച്ച് വല്ല ബോധ്യവുമുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ അഹമ്മദ് പട്ടേലിന്റെ മക്കൾ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു സൂചനയാണ്. അതായത് കോൺഗ്രസ് എന്ന പാർട്ടി തകരുന്നു, അല്ലെങ്കിൽ യഥാർത്ഥ കോൺഗ്രസുകാർ കോൺഗ്രസിനെ വളർത്തി ഇവിടം വരെ എത്തിച്ച ഒരുപാട് പാരമ്പര്യമുള്ള നേതാക്കളും അവരുടെ പിൻതലമുറക്കാരും അതുപോലെ തന്നെ അവർക്ക് പിന്നിൽ അണിനിരന്ന പ്രവർത്തകരും ഒക്കെ തന്നെയുണ്ട്. നിരവധി കോൺഗ്രസ് പ്രവർത്തകർ പാർട്ടി വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി കോൺഗ്രസ് പ്രവർത്തകർ മനം മടുത്തിരിക്കുകയാണ്. ഈ വോട്ട് ചോരിയും അല്ലെങ്കിൽ ഈ കള്ള ആരോപണങ്ങളുമായിട്ട് രാഹുൽ ഗാന്ധി വന്നപ്പോൾ ഈ ജയറാം രമേശ് എന്ന കോൺഗ്രസുകാരൻ ഒഴികെ സ്ഥാനമോഹിയായ ഒരു കള്ളനായ ജയറാം രമേശ്, അധികാരമോഹിയായ ജയറാം രമേശ് ഒഴിച്ച് മറ്റ് കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ, അല്ലെങ്കിൽ പ്രമുഖരായ കോൺഗ്രസ് നേതാക്കൾ എവിടെയെങ്കിലും പ്രതികരിച്ചതായി നമ്മൾ കേട്ടോ? ഇല്ല. ഇപ്പം കോൺഗ്രസിനെ ഈ ഗാന്ധി കുടുംബം അല്ലെങ്കിൽ നെഹ്റു കുടുംബം തകർക്കുകയാണ്. ഗാന്ധി കുടുംബം എന്ന് പറയുന്നത് തന്നെ കള്ളപ്പേരാണ്. ഗണ്ഡി കുടുംബമാണ്. ഗണ്ഡി, ഫിറോസ് ഗണ്ഡി എന്നാണ് ഇന്ദിര പ്രിയദർശിനിയുടെ ഭർത്താവിന്റെ പേര്. അപ്പം കോൺഗ്രസിനെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ വെറുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ മൂന്ന് പേർ കാരണം ചാര ഏജന്റുമാരായി, രാജ്യവിരുദ്ധരായി, രാജ്യദ്രോഹികളായി, രാജ്യത്തെ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്നവരായി ഈ രാഹുൽ ഗാന്ധിയും കൂട്ടരും മാറിയതിനു ശേഷം കോൺഗ്രസിൽ ഒരു വലിയ അധപ്പതനത്തിന്റെ, അല്ലെങ്കിൽ കോൺഗ്രസിൽ വലിയ ഒരു തിരിച്ചറിവിന്റെ ഒരു ശബ്ദം മുഴങ്ങുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടി രക്ഷപ്പെടണമെങ്കിൽ ഈ മൂന്നെണ്ണത്തിനെയും ഇവിടുന്ന് തല്ലി ഓടിക്കണം എന്ന് പറയാതെ പറയുന്നവരുണ്ട്. ഇവരുടെ കാല് നിൽക്കുന്നവരുമുണ്ട്. അങ്ങനെ ഒരു ഗ്രൂപ്പുമുണ്ട്. ഇവർ പറയുന്നതാണ് വേദവാക്യം എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട്. ഈ രാഹുൽ ഗാന്ധി എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അത് വലിയ വേദവാക്യമായി ഉയർത്തിക്കൊണ്ടുവരുന്നവരുണ്ട്. സോണിയാഗാന്ധി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒന്നും മിണ്ടുന്നില്ല, കാലങ്ങളായിട്ടൊന്നും മിണ്ടുന്നില്ല. പ്രിയങ്ക ഗാന്ധിയും അറിവില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. വയനാട് MP ആണത്രേ, ജനപ്രതിനിധിയാണ്. ഇവിടെ അല്ലാതെ എവിടെയെങ്കിലും ജയിക്കില്ല. അഹമ്മദ് പട്ടേലിന്റെ മകളും പറയുന്നു ഇതൊരു വലിയ ബാധ്യതയായി മാറി, ഇതൊരു വലിയ ഏടാകൂടമായി മാറി. ഈ മൂന്നെണ്ണവും കോൺഗ്രസിന് ശരിക്കും ഒരു വല്ലാത്ത ബാധ്യത തന്നെയാണ്. കോൺഗ്രസിന് വല്ലാത്ത ഒരു അവസ്ഥയിൽ ഇവർ മൂന്നുപേരും കൊണ്ട് ഈ പാർട്ടിയെ എത്തിച്ചു. അവരുടേതായ നേട്ടങ്ങൾ സ്വന്തമാക്കി, അവരുടെ രാജ്യങ്ങൾക്ക്, അവരുടെ രാജ്യത്തേക്ക് ഉൾപ്പെടെ പലതും ഇവിടുന്ന് കടത്തി. അവരുടെ രാജ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഇറ്റാലിയൻ ചാര ഏജന്റ് ആയി പോലും ഈ അന്റോണിയോ മൈനോ എന്ന സോണിയാഗാന്ധി പ്രവർത്തിച്ചു എന്നുള്ള ആരോപണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. എന്നിട്ടും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ഉയർത്തിപ്പിടിക്കാൻ കേരളത്തിലെ ചില നേതാക്കൾ കാണിക്കുന്ന ആ ഒരു ആഗ്രഹവും ആ ഒരു താല്പര്യവും ഒക്കെ കാണുമ്പോൾ നമുക്ക് അവരോട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല.